നമസ്കാരം കൂട്ടുകാരെ. പണ്ട് പണ്ട്, വളരെ പണ്ട്, സുന്ദരമായ ഒരു വനത്തിന്റെ നടുവിൽ തെളിനീരുള്ള ഒരു കുളമുണ്ടായിരുന്നു. ആ കുളത്തിൽ നിറയെ ആമ്പൽപ്പൂക്കളും തുള്ളിക്കളിക്കുന്ന മീനുകളുമുണ്ടായിരുന്നു. അവിടെ തന്നെയാണ് നമ്മുടെ കഥാനായകനായ ടിറ്റു എന്ന കൊച്ചു ആമയും താമസിച്ചിരുന്നത്. ടിറ്റു മറ്റു ആമകളെപ്പോലെ ആയിരുന്നില്ല. മറ്റു ആമകൾ എപ്പോഴും ഭക്ഷണം തേടി താഴേക്ക് നോക്കി നടക്കുമ്പം ടിറ്റു മാത്രം എപ്പോഴും ആകാശത്തേക്ക് നോക്കിയിരിക്കുമായിരുന്നു. അവന് ആകാശം ഭയങ്കര ഇഷ്ടായിരുന്നു. വെളുത്ത മേഘങ്ങൾ ഒഴുകി നടക്കുന്നത് കാണുമ്പോൾ ടിറ്റുവിന്റെ മനസ്സ് കൊതിക്കും. എനിക്കൊന്ന് പറക്കാൻ കഴിഞ്ഞിരുന്നെങ്കിൽ, ആ പഞ്ഞിപോലത്തെ മേഘങ്ങളിലൊന്ന് തൊടാൻ കഴിഞ്ഞിരുന്നെങ്കിൽ. കൂട്ടുകാരവനെ കളിയാക്കി. ടിറ്റു, നീ വെറുതെ സ്വപ്നം കാണാതെ വല്ല ഇലയും തിന്ന് നടക്കാൻ നോക്ക്. ആമകൾക്ക് പറക്കാൻ കഴിയില്ലെന്ന് നിനക്കറിയില്ലേ എന്ന് മുതിർന്ന ആമകൾ ഉപദേശിച്ചു. പക്ഷേ ടിറ്റു തന്റെ സ്വപ്നം ഉപേക്ഷിച്ചില്ല. ഒരു ദിവസം ആ വനത്തിൽ വല്ലാത്തൊരു കാറ്റു വീശി. സാധാരണ കാറ്റായിരുന്നില്ല. അത് മരങ്ങൾ ആടിയുലഞ്ഞു, ഇലകൾ പമ്പരം പോലെ കറങ്ങി. പെട്ടെന്നാണ് ആകാശത്ത് നിന്ന് തിളങ്ങുന്ന ഒരു സ്വർണ്ണ നിറമുള്ള തൂവൽ പറന്നുവന്ന് ടിറ്റുവിന്റെ മുന്നിൽ വീണത്. അത് കണ്ട് കൗതുകം തോന്നിയ ടിറ്റു പതുക്കെ തന്റെ കുഞ്ഞിക്കാലുകൾ വെച്ച് അതിനടുത്തേക്ക് നീങ്ങി. ആ തൂവലിൽ ഒന്ന് തൊട്ടതും അത്ഭുതം! ടിറ്റുവിന് തന്റെ ശരീരത്തിന് ഭാരമില്ലാത്തതുപോലെ തോന്നി. അവന്റെ കാലുകൾ നിലത്തുനിന്ന് ഉയരാൻ തുടങ്ങി. ടിറ്റു ഭയന്ന് കണ്ണുകൾ മുറുകെ അടച്ചു. പക്ഷേ പെട്ടെന്ന് അവന് നല്ല രസം തോന്നി. അവൻ മെല്ലെ മെല്ലെ ഉയരുകയായിരുന്നു. മരച്ചില്ലകൾക്ക് മുകളിലൂടെ, പക്ഷികൾ പറക്കുന്നതിനു മുകളിലൂടെ ടിറ്റു ഉയർന്നു പറന്നു. താഴെ അവന്റെ കുളം ഒരു ചെറിയ വട്ടം പോലെ കാണപ്പെട്ടു. അങ്ങനെ പറന്നു പറന്ന് അവൻ എത്തിച്ചേർന്നത് അത്ഭുതകരമായ ഒരിടത്താണ്. അവിടെ നിലം മണ്ണായിരുന്നില്ല, നല്ല മൃദുവായ വെളുത്ത മേഘങ്ങളായിരുന്നു. ചുറ്റും നോക്കിയ ടിറ്റുവിന്റെ കണ്ണ് തള്ളിപ്പോയി. അത് മേഘകൊട്ടാരമായിരുന്നു. പഞ്ഞിമിഠായി കൊണ്ടുണ്ടാക്കിയതുപോലെയുള്ള വലിയ കൊട്ടാരങ്ങൾ, മഴവില്ലുകൊണ്ടുള്ള പാലങ്ങൾ. അവിടെ താമസിച്ചിരുന്നത് വെറും മനുഷ്യരല്ല, മേഘമനുഷ്യരായിരുന്നു. ടിറ്റുവിനെ കണ്ടതും മേഘമനുഷ്യർക്ക് അത്ഭുതമായി. ഇതാ പറക്കുന്ന ഒരു ആമ, അവർ വിളിച്ചു പറഞ്ഞു. മേഘരാജാവായ ഇന്ദ്രനീലം ടിറ്റുവിന്റെ അടുത്തെത്തി. രാജാവിന്റെ മുഖം പക്ഷേ വാടിയിരുന്നു. സ്വാഗതം കൊച്ചു ആമേ, നീ വന്നത് നന്നായി. പക്ഷെ ഞങ്ങളിപ്പോൾ വലിയൊരു വിഷമത്തിലാണ്, രാജാവ് പറഞ്ഞു. എന്താണ് പ്രഭു പ്രശ്നം? ടിറ്റു ചോദിച്ചു. നോക്കൂ, താഴെ ഭൂമിയിൽ മഴ പെയ്യിക്കേണ്ട സമയമായി. പക്ഷേ മഴ പെയ്യിക്കുന്ന ഞങ്ങളുടെ മഴയന്ത്രത്തിന്റെ ചക്രം ജാമായിരിക്കുകയാണ്. ഇടിമിന്നൽ ഗുഹയുടെ ഉള്ളിലാണ് ആ ചക്രമുള്ളത്. ഞങ്ങൾക്ക് ആർക്കും അവിടേക്ക് പോകാൻ കഴിയില്ല. അവിടെ ഭയങ്കരമായ കാറ്റും മിന്നലുമാണ്. ഞങ്ങളുടെ ശരീരം മേഘമായതുകൊണ്ട് ആ കാറ്റിൽ ഞങ്ങൾ അലിഞ്ഞുപോകും. പക്ഷേ നിനക്ക് കട്ടിയുള്ള തോടുണ്ട്, നിനക്ക് ഞങ്ങളെ സഹായിക്കാമോ? രാജാവ് ചോദിച്ചു. ടിട്ടുവിന് ആദ്യം പേടി തോന്നി. താനൊരു ചെറിയ ആമയാലേ. പക്ഷേ താഴെ തന്റെ കുളത്തിൽ മഴകാത്ത് കിടക്കുന്ന കൂട്ടുകാരെ അവൻ ഓർത്തു. മഴ പെയ്തില്ലെങ്കിൽ കുളം വറ്റിപ്പോകും. ടിറ്റു ധൈര്യം സംഭരിച്ചു പറഞ്ഞു, ഞാൻ ശ്രമിക്കാം പ്രഭു. ടിറ്റു ഇടിമിന്നൽ ഗുഹയിലേക്ക് നടന്നു. ഗുഹയുടെ വാതിലിലെത്തിയതും ധും ധും എന്ന ശബ്ദത്തിൽ ഇടിമുഴങ്ങി. ശക്തമായ കാറ്റുവീശി. പക്ഷേ ടിറ്റു തന്റെ തലയും കൈകാലുകളും തന്റെ കട്ടിയുള്ള തോടിനുള്ളിലേക്ക് വലിച്ചു. കാറ്റവനെ ഉരുട്ടിക്കൊണ്ടുപോയി ഗുഹയുടെ ഉള്ളിലെത്തിച്ചു. അവിടെ വലിയൊരു സ്വർണ്ണചക്രം അനങ്ങാതെ നിൽക്കുന്നുണ്ടായിരുന്നു. അതിലൊരു വലിയ കല്ല് കുടുങ്ങിയിട്ടുണ്ടായിരുന്നു. ടിറ്റു മെല്ലെ പുറത്തിറങ്ങി. മിന്നലുകൾ പാഞ്ഞെടുത്തെങ്കിലും അവന്റെ കട്ടിയുള്ള തോട് അവനെ രക്ഷിച്ചു. അവൻ തന്റെ സർവ്വശക്തിയുമെടുത്ത് ആ കല്ലിനെ തള്ളിമാറ്റാൻ ശ്രമിച്ചു. 1, 2, 3, ഹുയ്യോ! കല്ലനങ്ങിയില്ല. ടിറ്റു പിന്മാറിയില്ല. അവൻ തന്റെ സ്വപ്നങ്ങളെ ഓർത്തു. ആകാശത്തെത്താൻ ആഗ്രഹിച്ച തനിക്ക് ഇതൊരു ചെറിയ കാര്യമാണ്. അവൻ വീണ്ടും ആഞ്ഞു തള്ളി.
ഇത്തവണ കല്ല് ഉരുണ്ടുമാറി. ചക്രം പതുക്കെ കറങ്ങാൻ തുടങ്ങി. കടകടകട ശബ്ദത്തോടെ യന്ത്രം പ്രവർത്തിച്ചു. പുറത്ത് മേഘമനുഷ്യരാഹ്ലാദിച്ചു. താഴെ ഭൂമിയിൽ കുളിർമഴ പെയ്തു തുടങ്ങി. ടിറ്റു ഗുഹയിൽ നിന്ന് പുറത്തു വന്നപ്പോൾ മേഘരാജാവ് അവനെ കെട്ടിപ്പിടിച്ചു. "നീ വെറുമൊരാമയല്ല, നീയൊരു വീരനാണ്. നിനക്കെന്ത് സമ്മാനമാണ് വേണ്ടത്?" രാജാവ് ചോദിച്ചു. ഇട്ടി ചിരിച്ചുകൊണ്ട് പറഞ്ഞു, "എനിക്കെന്റെ വീട്ടിലേക്ക് പോകണം. എന്റെ കൂട്ടുകാരോട് ഈ കഥകൾ പറയണം." രാജാവൊരു വലിയ മഴവില്ല് താഴേക്ക് വിരിച്ചുകൊടുത്തു. ടിറ്റു ആ മഴവില്ലിലൂടെ ഒരു സ്ലൈഡിലെ പോലെ തെന്നി നീങ്ങി താഴേക്ക് യാത്രയായി. യോഹോ! അവൻ ആനന്ദത്താൽ കൂവി വിളിച്ചു. കുളക്കരയിൽ തിരിച്ചെത്തിയ ടിറ്റുവിനെ കണ്ട് കൂട്ടുകാർ ഓടിക്കൂടി. അവൻ ആകാശത്തെ വിശേഷങ്ങളും മേഘകൊട്ടാരത്തെക്കുറിച്ചും പറഞ്ഞപ്പോൾ അവർ വാ പൊളിച്ചു കേട്ടിരുന്നു. പിന്നീടൊരിക്കലും ആരും ടിറ്റുവിനെ കളിയാക്കിയില്ല. കാരണം നിലത്ത് നടന്നാലും മനസ്സുകൊണ്ട് ആകാശത്തോളം ഉയരാൻ കഴിയുമെന്ന് ടിറ്റു അവർക്ക് കാണിച്ചുകൊടുത്തു.